നൈസായിട്ട് ഇടയിൽ ഇതാക്കിയിട്ട് ഇരിക്കണം. കുറച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ എന്തൊരു പിണങ്ങിയിരിക്കുവല്ലേ, ഇത് എണ്ണിക്കാനും പറ്റുന്നില്ല, നിക്കാനും പറ്റുന്നില്ല. ആ സൈഡ് ചരിച്ചല്ലേ. പേരെന്താണ് ബ്രോയുടെ? സൈഡിൽ നോക്കിട്ട് ലോൺ ഷെയർ ഒന്ന് സെർച്ച് എല്ലാം പറയാൻ വന്നപ്പോ റേഡിയോക്കകത്ത് രണ്ടുപേരാ TDS-നെ കണ്ടാ പിടിച്ച് തല്ലിയേട്ടാ. മന്ദാരം ഏവൽ TDS-നെ കണ്ടാ പിടിച്ച് തല്ലിയത് കേട്ടാ. എന്റെ പൊന്ന സുഹൃത്തെ, ഇത് കുറച്ച് കസേര ഇടുമ്പോ ഇവിടെ അടുക്കി പറക്കി ഇടുമ്പോ കുറച്ച് സ്ഥലം വിട്ടൂടെ? ഇത് എന്താ ചോക്കി നോക്കിട്ട് കസാരലോട്ട് നോക്കി ചോക്കി, കസാരലോട്ട് നോക്കാം. ജോക്കി ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ എങ്ങാണ് വരുന്നോളാം. ഇത് വല്ലാത്ത ജാതി പ്രശ്നം. ജോക്കി നേരെ കസാരയുടെ മുന്നിൽ വന്നിട്ട് നേരെ കസാര ഫേസ് ചെയ്ത് നിൽക്കും. നേരെ അങ്ങനല്ല, ഫ്രണ്ടിൽ വന്നിട്ട് നേരെ കസാരയുടെ ഫ്രണ്ടിൽ വാ. ആ ഇടയ്ക്കോട്ട് കയറി, ടേബിളിന്റെ ഇടയ്ക്കോട്ട് കയറി. ആ പയ്യെ കയറി, പയ്യെ കയറി. ആ ഫേസ് ഇനി ഇരി. റേഡിയോ ഇറങ്ങി കേട്ടോ, അവരുടെ റേഡിയോ റേഡിയോ ഇറങ്ങിയേ. കേക്ക് ഇപ്പൊ കസേര ഇല്ലല്ലേ? ഒരു ഷെയർ കേക്കല്ലേ സംസാരിക്കണ്ടേ? വേണ കൊള്ളാലോ. കേക്ക് സ്വന്തമായിട്ട് എല്ലായിടത്തും കസാര ഉണ്ട്. അപ്പൊ നമ്മുടെ പോയിന്റ് ഗൺ ഫ്ലോന്റെ കേസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം ഒരു മാസം മുന്നേ എങ്ങാണ്ട് സൂചിപ്പിച്ചാണ്. കാർലോ ആൻഡ് വാസു. കേക്ക് ഒരു മിനിറ്റ്. വാസു വാർച്ചായിട്ടൊന്ന് നോക്കിക്കോണേ. ഇനി പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്തതാണ്. ആൻഡ് എനിക്കൊന്ന് ജോക്കി ഒക്കെ ഉള്ള സമയത്ത് തന്നെയാണ് സാബുരു ഒരു ഡയറി അടിച്ചിരുന്നു നമ്മുടെ സ്റ്റാഫ്. ഇപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്തതിൽ 4000 ഉണ്ടാക്കുന്നുണ്ട്, 4000 CR ഉണ്ടാക്കുന്നുണ്ട് തോന്നിട്ട്. കേട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ടിരുന്നു. ഞാൻ മീൻസ് ഇൻ ദ സെൻസ് മൈ സ്റ്റാഫ് അവിടെ സാബുരിനെ പിരിക്കാൻ നിങ്ങൾ പീടി പോയില്ലേ, ഓർമ്മയുണ്ടോ? 10,000 CR മേടിക്കാൻ വേണ്ടിട്ട് മിസ്റ്റർ ജോണി മാം നമ്മള് കൊറേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നിങ്ങൾ കേക്കാണ് പുള്ളിക്കാരൻ ഡയലോഗ് പിടിച്ചത്. കേക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് സാംപ്രി എന്തോ ഒരു ബിസിനസ് പ്ലാൻ പറയുന്നുണ്ടായിരുന്നു. ബിസിനസ് പ്ലാൻ അല്ല ആക്ച്വലി. എനിക്കിപ്പോ ഈ പമ്പ് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി വേറെ ആളെ വെച്ചിട്ട് ഗണ്ടി നടത്തിയ മാസം 4000 CR ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഫാമിലി ഇല്ല പുള്ളി. രണ്ടത്ര സാബുരു ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ മുന്നേ വെച്ചാൽ പറഞ്ഞ ഈ പറഞ്ഞ രണ്ട് ഗെയിമിങ്ങിന്റെയും ഗോഡ് ഫാദേഴ്സിന് മുന്നേ വെച്ചാണ് പുള്ളി ഈ ഗെയിം കളിക്കിയത്. നിങ്ങൾക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഗോഡ് ഫാദേഴ്സ് പ്ലീസ് ഒന്ന് റിപ്ലൈ പറയണം. ഇല്ല, ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. നമ്മളെ പമ്പിന്റെ കേസ് മാത്രം സംസാരിച്ചു. പുള്ളിക്കാരൻ തന്നൊരു വണ്ടി മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ലീഡർമാർക്ക് രണ്ടുപേർക്ക് ഇതിനെ പറ്റി എന്തായാലും ഒന്നും അറിയില്ല. കേക്ക് ഇവര് ഗോഡ് ഫാദേഴ്സ് എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ. എനിക്കൊരു മഞ്ഞ അംബാസഡർ ഓഫർ ചെയ്ത് ഞാൻ വേണ്ട. എനിക്ക് പുള്ളി വന്നപ്പോഴേ താഴെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോയി തിരിച്ചു. ജോക്കി ഓൾറെഡി ഒരു വണ്ടി അക്സെപ്റ്റ് ചെയ്തല്ലോ പുള്ളിയുടെ. അത് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ആദ്യമേ ആയിരുന്നു കേട്ടോ കേക്ക്. പിന്നെ നമ്മള് ഒരു നൂലിയുടെ ബന്ധം പോലും ഇല്ല. മിസ്റ്റർ ജോക്കി, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം മിസ്റ്റർ ജോണിയും ജോക്കിയുമാണ് പുള്ളിയുടെ റൈറ്റ് ഹാൻഡ്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. ചുമ്മാ പറയുന്നതായിരിക്കും. നമ്മൾക്ക് നിങ്ങൾക്ക് പല രഹസ്യ സ്വഭാവങ്ങളും ഉണ്ടെന്നാണ് നമുക്ക്. മിസ്റ്റർ സാബുന് ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞോണ്ടേ ആ പമ്പിന്റെ കേസ് പറയാനായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. ആ പുള്ളിക്ക് അത് കിട്ടിയില്ല, ഏതൊരു മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാം എന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രമേ കേക്കാവോ? എനിക്ക് കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കേസ് ഇതാണ്. അതായത് നമ്മള് നിങ്ങളുടെ ആൾക്കാരുടെ നിങ്ങൾ രണ്ടാളുടെ മുന്നേ വെച്ചത് പറഞ്ഞിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ട് പോയത്. എന്റെ പൊന്നു കേക്ക് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? അത് ശരിയാണ്. നമ്മുടെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ സമയം തന്നെ പുള്ളി പറഞ്ഞത് പകുതി പോലും കേൾക്കാതെ ഇറങ്ങി ഓടി താഴോട്ട്. ഞാൻ പിന്നെ കേക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാബ്ഗുരു ഉണ്ടല്ലോ, സാബ്ഗുരു ആക്ച്വലി ഇത് പുറത്ത് പറയണ്ട,
സാബ്ഗുരുവിന്റെ ലെഗസി എല്ലാം പോയി കടമാണ്, ഫുൾ കടത്തിലാ പുള്ളി. സാബ്ഗുരു കുറെ 100 കോടിയുടെ പമ്പ് 2000 കോടിക്ക് മേടിച്ച്, പിന്നെ ഇങ്ങനെ കുറെ കുത്സിതം ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. പുള്ളിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നേ, ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. പക്ഷേ പുള്ളിക്ക് ഈ പറയണത് പോലെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പുള്ളി കുറേയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പുള്ളി കുറച്ച് ട്രാപ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ പുള്ളിയുടെ ലെഗസി പോയി എന്ന് ബാക്കിയുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ചിലപ്പോൾ തെളുന്നതായിരിക്കും. ഗൺ ഡീലിംഗ് ഉണ്ട്, മറ്റേ പൈസ ഉണ്ട്, സോഴ്സ് ഉണ്ടെന്നൊക്കെ. മനസ്സിലായേ? ലേറ്റ് ആയിട്ട് ബിസിനസ് ഉണ്ടാവുള്ളൂ ഗാങ്സിനുള്ളത്. ഞാനേ ഈ 4 പേരോടൊന്ന് മാറി നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യം, ഒരു ഫാമിലി കാര്യം, അത് അത്യാവശ്യമായിരുന്നു. ഒന്ന് ജോക്കി മാസം ഒന്ന് വരണേ, ഒരു കാര്യം പറയാം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കെ. ഒന്ന് വരണേ. ഞാനേ അല്ലല്ല സാബുവിന്റെ ഒരു കൺഫെഷൻ ഉണ്ട് എന്റെ കയ്യില്. അതായത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളി നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാംഗിൽ അത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അത് വെച്ചിട്ടാണ് കൺസൈൻമെന്റിന് ഇത് ചെയ്യുന്നത്. ഈ പുള്ളി ഏതോ 5 ഗാങ്ങിനെ പൈസ ഫണ്ട് ചെയ്തിട്ട് അവരുടെ എന്തോ ഗണ്ണിന് പകുതി എന്തോ മേടിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ പുള്ളി ഡീലിംഗ് നടത്തുന്നത്. ഞാനത് നിങ്ങളോട് രണ്ടോടെ ചോദിച്ചിട്ട് ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയല്ല ജോഡിയാ, ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. അതായത് കൺസൈൻമെന്റ് അടിക്കാൻ പോകുമ്പോ ഒരു പൈസ കൊടുക്കണമല്ലോ. ഈ പൈസ കൊടുക്കാൻ ഇല്ലാത്ത ഗാങ്ങുകളുണ്ട് നമ്മുടെ സിറ്റിയിൽ. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഈ പൈസ പുള്ളി കൊടുക്കും. അത് തന്നെ ഞാനും പുള്ളി കൊടുത്തിട്ട് കൺസൈൻമെന്റ് വരുമ്പോ ഇപ്പൊ 60 കണ്ണ് 70 കണ്ണ് കിട്ടുവാണെങ്കിൽ 50 കണ്ണ് അവർക്കും 20 കണ്ണ് പുള്ളിക്കും. എന്നിട്ട് ഇത് 16 CR മറിച്ച് വെക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് എന്താ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൺ ഷോപ്പ് ഒരിക്കലും പിന്നെ സിറ്റി വരത്തില്ല. നിങ്ങൾക്ക് മറ്റേ ഗൺ ഷോപ്പ് വേണ്ടേ? പിന്നെ വേണം. അത് വരണമെങ്കിൽ ഇത് പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണോ വേണ്ടത് ഞാൻ നിങ്ങളോട് രണ്ടോട് ചോദിച്ചിട്ടായിരുന്നു. പുള്ളിയുടെ കൺഫെഷൻ എന്റെ ഫോണിലുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബ്ഗുരു എല്ലാം കൊണ്ടും നമുക്ക് ഒരു വെൽവിഷറായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാ പറയാത്ത. പുള്ളി ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ പുള്ളി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ സിറ്റിയില്. പുള്ളിക്ക് ശരിക്കും നഷ്ടവും നമുക്കാണ്. നമുക്ക് 5 CR ലിമിറ്റ് ഉണ്ട്. പുള്ളി 16 CR ഇത് കണ്ണുമ്പിക്കുന്നു. നമ്മുടെ കണ്ണൊക്കെ എവിടെ മറ്റേ അട്ടി വെച്ചേക്കോ മറ്റേ വീട്ടില്. ഇത് പക്ഷെ ഒറ്റയല്ല എനിക്ക് നഷ്ടമാണ്. പുള്ളി എനിക്കൊരു സ്റ്റിയറിംഗ് വീൽ അയച്ചു തന്നിട്ടുണ്ട്. അത് ഷിപ്പിൽ എവിടെയോ ഉണ്ട്, ഇപ്പൊ എത്തിയില്ല വീട്ടിൽ. ജോക്കിയുടെ വണ്ടി ഉണ്ട്, അതുകൊണ്ടാണ് എല്ലാം കൊണ്ടും നഷ്ടമാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. പ്രയോജനം ഉണ്ടോ നമുക്ക്? അല്ല, കേക്കിനെ കൊണ്ടുണ്ട് ജോക്കി. നമുക്ക് മുമ്പോട്ടുള്ള കൺസൈൻമെന്റ് ഒക്കെ പിന്നെ നമ്മളിതിൽ പാർട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൺസൈൻമെന്റും ഇല്ല, ടർഫും ഇല്ലെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോണിയപ്പനും ജോക്കിയും കൂടെ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു അല്ല കൺവിൻസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് രണ്ടോട് ചോദിക്കാനായിരുന്നു സാബുവിനെ പെടുത്തണോ വേണ്ടായിരുന്നു. അല്ല, പെടുത്തരുത്. സാബുവിനെ കാര്യങ്ങൾ പറഞ്ഞു സാബുഗുരുവിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സാബു ആ പമ്പ് അല്ലേ വേണ്ട പോട്ടെ. നമ്പർ ഉണ്ടോ? 999. ഇത് പിടുത്തുണ്ടായിരിക്കും. അങ്ങനല്ല ഞാൻ പറയണെന്ന് പറഞ്ഞാ, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് പറഞ്ഞ് നിർത്തിക്കാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്കിനും ഒന്ന് ഇംപ്രസ് ചെയ്ത് വെക്ക് ജോക്കി. പിന്നെ എന്റെ അന്വേഷണത്തിന് ഒസാമ എന്ന് പറഞ്ഞൊരു പുള്ളിയില്ലേ നമ്മള് തപ്പുന്നേ, അത് സാബ്ഗുരുവിന്റെ അണ്ടർ വർക്ക് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് കിട്ടിയിപ്പോ. അതൊരിക്കലല്ല. കാരണം സാബ്ഗുരു ഇവിടെ വന്ന് ഇതാക്കണ സമയത്തെ നമ്മൾ ഒസാമയെ പിടിച്ചിട്ട് മണി ടർഫിൽ കൊണ്ടുപോയിട്ട് ഉരുട്ടിയതാ. അവ അതിലും വലിയ കള്ളനാണ്. ഈ സാബ്ഗുരുവിന്റെയും ഒസാമയുടെ മീറ്റിംഗിന്റെ ദൃശ്യവും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പോട്ടെ, അതും വേണ്ട. ഞാൻ ഇപ്പൊ വരാം. അല്ല പിന്നെ അത് നമുക്കിപ്പോ അത് പറയണ്ടല്ലേ, അത് വിട്ടേക്കല്ലേ. അതിപ്പോ പറയണ്ടാണ്. അതാ ഞാൻ പറയാ, ഞാൻ നിങ്ങളെ രണ്ടിനെ ഒന്നിച്ച് കിട്ടാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞൂടെ, സാബ്ഗുരുവിന്റെ പേര് വരാതെ ഏതോ ഒരു അനോണിമസ് ഇതേപോലെ ഉണ്ട് ഗാങ്സിന് പൈസ കൊടുക്കുന്ന രീതിക്ക് അത് വേണോ? അതെന്തായാലും ഓൾറെഡി പുള്ളിക്ക് അറിയാലോ സാബ്ഗുരു ആണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിശ്വസിക്കൂല. നമുക്ക് കുറച്ച് ടൈം ചോദിക്കാം, നമുക്ക് അത് അന്വേഷിക്കാം എന്നുള്ള ടൈമേ അങ്ങനെ ചോദിക്കാം. ഇങ്ങനെ ജോണിയപ്പ തൽക്കാലം ഇങ്ങനെ പറ. അന്ന് ഞങ്ങളുടെ മുമ്പ് വെച്ച് സംസാരിച്ചപ്പോൾ നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ചില്ല. അത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് ഇതാക്കാൻ ഒരു സമയം തരുമോന്ന് ചോദിച്ചാൽ അത് കേക്ക് എടുത്ത്. അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് സാബ്ഗുരുവിനെ അടുത്തോട്ട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം.
ആ ഓക്കെ. ഓക്കെ. ഇത് TDS അല്ല, ഇത് TDS അല്ല. ഇത് എനിക്ക് എന്റെ ഒരു ഇത് പറയാനാണെങ്കിൽ ഇത് മിക്കവാറും MS-13 ആയിരിക്കും. വൂൾഫി അല്ല പേര് കിടന്നിരുന്നത്, MS-13 ആവാനാണ് സാധ്യത. ഹലോ ഹലോ, വാസുപ്രോ? ആ അതെ അതെ, ആരാണ് ഇത് വുൾഫി, ഞങ്ങൾ MS-13 ആൾക്കാരായിരുന്നു. ആ ഞങ്ങൾ കേക്ക് ആയിട്ടൊരു ചെറിയ മീറ്റിംഗിലായിരുന്നു. ഞാൻ ഗാങ് ഹൗസിൽ എത്തുമ്പോ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് ഇപ്പൊ ഉടനെ എത്തുമായിരിക്കും അതോ? ഓ ഒരു 10-15 മിനിറ്റ് മാക്സിമം. ഓ ഓക്കെ ഓക്കെ, ശരി ശരി, ഒന്ന് എത്തുമ്പോഴത്തേക്ക് വിളിച്ചു. ശരി ശരി ശരി. എന്നിട്ട് നമ്മൾ ഞങ്ങൾ ഇരുന്നാ മതി. ഞാൻ എപ്പോ ഇതെന്ത് പറ്റി? ഇത് ജോക്കി ചെറിയൊരു അസ്വസ്ഥത. അപ്പൊ എന്റെ അടുത്ത് ഒന്ന് കുറച്ചു നേരം ഒന്ന് എടുത്തോണ്ട് നടക്കാൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കുറച്ച് ടൈം കൂടെ വേണം അതിനെപ്പറ്റി ഒന്ന് തിരക്കാനും. അതെ, സത്യം പറഞ്ഞാൽ കേൾക്കുകയുണ്ടല്ലോ, നമ്മള് പുള്ളി ഇല്ല എത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഇത് സത്യമാണോ ഇല്ല, നമ്മൾ അന്നേരം അത് അങ്ങനെ കേട്ടങ്ങ് വിട്ടതാ ഇവര് രണ്ടുപേരും. മനസ്സിലായ ഇതൊരു സത്യം, നമ്മളത് അന്വേഷിക്കാനായിട്ട് പോയില്ല. കാരണം സാബ്ഗുരു സിറ്റിയിൽ ലീഗൽ സൈഡ് ബിസിനസ്സുകൾ മാത്രം ചെയ്തു വരുന്ന ഒരാളാണല്ലോ. പമ്പ്, മറ്റേ ബംഗ്ലാവ്, വീട്, ബാങ്ക്, റിസർവ് ബാങ്ക്. അത് ഒരു മിനിറ്റ്, സോറി. അപ്പൊ അതൊന്ന് അന്വേഷിക്കേണ്ടി. ഹലോ സാബ്ഗുരു പറയൂ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു നിൽക്കുന്നത്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു അധോലോകമായി കഴിഞ്ഞ്. അദ്വൈതി ഞങ്ങളിപ്പം കേക്കയുടെ അടുത്താണ്. മിസ്റ്റർ എക്സിനെ പറ്റിയൊക്കെ അറിയാവോ? അറിയാം. കേക്കാനായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോ വലിയ പ്രശ്നമാകാൻ പോവാ. അല്ല, എന്ത് പറ്റി പറഞ്ഞോ. കേക്കെ അറിഞ്ഞ് നിങ്ങൾ ഗ്യാങ്ങിന് ഫണ്ട് ചെയ്യുന്നതും അവരുടെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിക്കുന്നതും പുറത്ത് വിൽക്കുന്നതും ഒക്കെ. ശരി, കാര്യമുണ്ട്. ഇവിടെ വളവിലും വഴക്കിലും മൂട്ടിലും നിൽക്കുന്ന എല്ലാ കൊച്ചു ഫുണ്ടകളുടെ വരെ കയ്യിലും തോക്കൊഴുകുന്നു. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. നിങ്ങളൊരു തോക്ക് മാഫിയായി ഇവിടുത്തെ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒരാളെടുത്ത് ഇതുവരെ ഡയറക്റ്റ് ഡീൽ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ അന്ന് ഒരു ദിവസം വന്നിരുന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? അത് എനിക്ക് പറയാലോ, എനിക്കെന്തും പറയാലോ. പക്ഷെ പറഞ്ഞത് സത്യമാണെന്നില്ലല്ലോ. നമുക്കിപ്പോ ആൾക്കാരോട് എന്തും പറയാലോ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ രണ്ട് ടിവിയുടെ ഗോഡ് ഫാദറിനെ കെവിയുടെ ഗോഡ് ഫാദറിനെ അവിടെ പിടിച്ചു നിർത്തിയേക്കോ സത്യം അറിയാൻ വേണ്ടി. അത് കുഴപ്പമില്ല. പക്ഷെ അത് ഒരു എണ്ണൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം. പറഞ്ഞോ. ഈ ഒസാമ ഇല്ലേ, ഒസാമ സാമുണ്ട്. അവനുമായിട്ട് എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടോ? ഇല്ല. അപ്പൊ സാബ്ഗുരുവിന്റെ കണ്ണൊക്കെ വെക്കുന്നത് ആരാ? എന്റെ കണ്ണൊക്കെ വെക്കുന്നത് എനിക്ക് പോലും അറിയില്ല ആരാന്നുള്ളത്. അതാണ് ഞാൻ ഉണ്ടാക്കിയ ഇവിടുത്തെ സിസ്റ്റം. എന്നെ ഇറക്കിക്കോ. ഇതിന്റെ മുകളിൽ ആരാന്നോ ഇതിന്റെ താഴെ ആരാണെന്നോ അല്ലെങ്കിൽ ഇത് ആരാന്നോ ചെയ്യുന്നത് അങ്ങനെ ഒരു ആർക്കും ട്രേസ് ചെയ്ത് പിടിക്കാൻ കഴിയില്ല. കാരണം ഞാനിതൊന്നും എന്റെ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യലില്ല. ഞാനിതിലേക്കൊന്നും ഡയറക്റ്റ് ഫണ്ട് കൊടുക്കുന്നില്ല. ഫണ്ട് കൊടുക്കുന്നതിന്റെ അല്ല, അവര് ഇപ്പൊ നമ്മുടെ അടുത്ത് കേക്കെ ചോദിച്ചോണ്ടിരിക്കുക ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയോ, എന്തെങ്കിലും ഇതാക്കാ പറഞ്ഞു തരുമോ. എന്റെ അഭിപ്രായത്തില് ഇവിടെ ഏറ്റവും വലിയ ഗൺ മാഫിയ ആരാന്നറിയോ? ആരാണ്? ചന്ദ്രബോസ്. ചന്ദ്രബോസ് കൊടുത്ത വഴി ഞാൻ പല ഗണ്ണും വാങ്ങിച്ചിട്ടുണ്ട്. ചന്ദ്രബോസാണ് ഇതിന്റെ പിന്നിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ മാഫിയ ചന്ദ്രബോസാ. ഗണ്ണാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നത് ചന്ദ്രബോസാണ്. ഞാനൊക്കെ ശിശു. ഇത് എങ്ങോട്ടാ ഇത് പോണ ദൈവമേ? ഇവിടെ ഏറ്റവും വലിയ ഗൺമാഫിയ ചന്ദ്രബോസാ. ഇങ്ങനൊന്നും പറയല്ലേ, ഇതൊക്കെ അവന് കേൾക്കുമ്പോ ഭയങ്കര ഹരവാ. അല്ല, സത്യം കൂടുതൽ പോക്കത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും, ഞാൻ അത് വളരെ രഹസ്യമായിട്ട് വെച്ചൊരു കാര്യമാണ്. ഇവിടുത്തെ ഗൺമാഫിയ ചന്ദ്രബോസ്, മുച്ചിരി, ഇവരൊക്കെയാണ്. ഇവരാണ് ഈ ഗണ്ണ് അറിയാത്തവരാ. അവരൊക്കെയാണ് ഈ ഗണ്ണ് ഔട്ട് ചെയ്യുന്നത്. ഈ ഔട്ട് ചെയ്ത ഗണ്ണ് പല വഴിക്കൂടി തിരിഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മളെ കൈകളിൽ എത്തുന്നത്. മനസ്സിലായോ? നിങ്ങളെ സീരിയൽ നമ്പറുള്ള കുറച്ച് ഗണ്ണ് ഇതിന്റെ മുന്നേ മിസ്സായില്ലേ? അതൊക്കെ ചന്ദ്രബോസ് മുഖേന വന്ന സാധനങ്ങളാണ്. അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കണ്ണ് പോലും ആ ബാച്ച് മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ബാച്ച് പോലും പോയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഏറ്റവും കൂടുതൽ ഗണ്ണിന്റെ കൺസൈൻമെന്റ് അടിക്കുന്ന ആൾക്കാർ ആരാ?
ആ അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചാൽ മതി ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഗണ്ണ് പുറത്ത് പോകുന്നത്. നമ്മള് ടിവിയുടെയും കെവിയുടെയും കയ്യിൽ നിന്ന് അധികം ഗണ്ണുകൾ പ്രീവാറിൽ പോയിട്ടില്ല. ഈ ഇടയ്ക്കും കണ്ട ഒരു പ്രീവാറിൽ എന്തോ നമ്മുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പോയിട്ടുള്ളൂ. അല്ല ഇതെല്ലാം എന്താ സംഭവിക്കുന്നത് ഞാനൊരു രഹസ്യ വിവരം തരട്ടെ. നിങ്ങളെ ഗണ്ണുകൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ യൂസ് ചെയ്ത് ഈ മറ്റേ തീരാനായ ഗണ്ണില്ലേ, ഈ ഇവിടെ കുറച്ച് ആൾക്കാർ ഞാൻ ഓരോ പറയുന്നില്ല, ഇവിടെ ചെയ്തെന്താ പറഞ്ഞാല് യൂസ് ചെയ്ത് തീരാനായ ഗണ്ണ് വാങ്ങിക്കും, ചെറിയ പൈസക്ക് വാങ്ങിച്ചിട്ട് ഈ ഗണ്ണ് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് നല്ല ഗണ്ണ് എടുത്തുണ്ടോ, മനസ്സിലായോ? എങ്ങനെ അപ്പൊ മനസ്സിലായി? അതായത് ഈ യൂസ് ചെയ്ത് തീരാനായ ഗണ്ണുണ്ടാവല്ലോ, ഡ്യൂറബിലിറ്റി തീരാനായ ഗണ്ണ്, ഡ്യൂറബിലിറ്റി കഴിയുന്ന ഗണ്ണില്ലേ, ഇത് തിരിച്ചു കയറ്റിട്ട് നല്ല ഗണ്ണ് എടുക്കും. ഇത് എവിടെ തിരിച്ചു കയറ്റും? ഇത് നിങ്ങൾ എവിടെയാണോ ഗണ്ണ് വെക്കുന്ന അവിടെ, എന്നിട്ട് അവരെന്ത് ചെയ്യും, നല്ല ഗണ്ണെടുത്തിട്ട് പുറത്ത് വെക്കും. ആര്, ചന്ദ്രനാ? ഇതൊക്കെയാണ് നിങ്ങളെ ഫാമിലി നടക്കുന്നത്. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് കണ്ടാ മതി. ഇതൊക്കെ ഒരു 1.5 മാസം മുമ്പ് വരെ നടന്നിട്ടുണ്ട്, ശരിയാ? അതിനുശേഷം നടന്നിട്ടില്ല. ഈ ഒരാഴ്ച മുന്നേ നടന്നൊക്കെ എന്റെ കയ്യിലെത്തേക്ക്. ഒരാഴ്ച മുമ്പോ? ഇതൊക്കെ വളരെ സീക്രട്ട് ആണ്. അതായത് ചന്ദ്രൻ എനിക്ക് 1000 CR ഒക്കെ തന്നത് അന്വേഷിച്ച് നോക്കിയാൽ മതി. ചന്ദ്രൻ എനിക്ക് 1000 CR തിരിച്ചു വന്നാ അറിയോ? ചന്ദ്രനെ കടം വീട്ടിയോ? വീട്ടി അത് ആ ഫണ്ട് എവിടുന്നാ വന്നത്, അത് എങ്ങോട്ടാ പോയത് എന്നൊക്കെ അന്വേഷിച്ച കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ 2 ബോസാണ്, ഒന്ന് മുച്ചിരി ബോസും ഒന്ന് ചന്ദ്ര ബോസും. ഇവരറിയാതെ സിറ്റിയിൽ ഒരു ഇല്ലീഗൽ ബിസിനസ് നടക്കുന്നില്ല. ഇവിടെ മിസ്റ്റർ എക്സ് അന്വേഷിച്ച് പോയാല് ലാസ്റ്റ് നിങ്ങളെ ഫാമിലി തന്നെ എത്തുക. ആര് വിളിച്ചൊന്നുമില്ല. ഇതാണ് ഇതിന്റെ എന്റെ കാര്യം ഞാൻ മാനേജ് കുഴപ്പമില്ല. എന്നെ പറ്റിയുള്ള ഒരു തെളിവ് പോലും അവർക്ക് അവശേഷിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാനും ഉണ്ടാവില്ല. അതെനിക്ക് 100% ഉറപ്പാ. ജോക്കി അവിടെ നിന്ന് പ്ലക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് തത്സമയത്തില് കേട്ടാ. അത് ഞാൻ ബിസ്ക്കറ്റ് ഇങ്ങനെയാ ബിസ്ക്കറ്റ് ഇരുന്നത്. ഹലോ, ഞാൻ പറയണ സാബ്ഗുരു, ഞാനിപ്പോ എന്ത് പറയണം കേക്കയുടെ അടുത്ത്? അറിയില്ലാന്ന് പറയണത്, ഞാനില്ലൊന്നുമില്ല. ഓക്കെ എന്നാ ഞാൻ അങ്ങനെ പറയാവേ. ഓക്കെ പിന്നെ പ്രകാശം പരക്കട്ടെ. അപ്പൊ ശരി. പ്രകാശോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതോ, അത് മിസ്റ്റർ എക്സിന്റെ അടുത്ത് നിങ്ങൾ ഇതിന്റെ ഡീലിന് പോകാണ്ടിരിക്കുന്നത് നല്ലതാണ് എന്റെ അഭിപ്രായം. ഈ കേക്കൊക്കെ നല്ലോണം അറിയാം. ഇതിന്റെ ബാക്കിൽ ചന്ദ്രബോസ് അതുണ്ട്. ചന്ദ്രബോസ് ആണെന്നുള്ള കാര്യം കേക്കൊക്കെ അറിയാം, പക്ഷെ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് സോൾവ് ചെയ്ത കാര്യമാണ്. അത് സോൾവ് ആവില്ല, കാരണം അവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഈ മുള്ളോണ്ട് എടുക്കാന്നുള്ളൊരു കളിയാണ് കേക്ക് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഓക്കെ ശരി. ജോക്കി, മുള്ളുകൊണ്ട് എടുക്കുന്ന പരിപാടി എന്തോന്ന് അറിയോ ജോക്കിക്ക്? ഇല്ല, പറഞ്ഞു. എനിക്കും അറിയില്ല, അത് പുള്ളി അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതെന്താന്ന് അറിഞ്ഞ് കണ്ടുപിടിക്കണം എനിക്ക്. ചന്ദ്രന്റെ കേസ് എന്താ പറഞ്ഞേ? അതാണ് മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞത്. മൂലയ്ക്ക് ഒരാളെ പിടിച്ച് ഇറാനി പോലെ ബോംബ് വരുന്നുണ്ടോ? ജോക്കി ഇരുന്നോ? അടിയുണ്ടോ? കേക്കേ പറയൂ. കേക്കെ, നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ അതാണ് ഒരു കോൾ വിളിക്കാൻ പോയത്. പക്ഷെ എനിക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി. അതാണ് അന്വേഷിച്ചപ്പോ ഒന്നും കിട്ടിയില്ല. പിടിക്കാൻ പോവാന്നോ എന്താ പറഞ്ഞ ഓർമ്മയില്ല. അതൊക്കെയാണ് അതിനൊക്കെയല്ലോ വരാൻ പറയണം. ഞാൻ പറയണത് ഈ സാബ്ഗുരുവിന്റെ കാര്യത്തെ പറ്റിയാണ്. കേക്കൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് പറ, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പറയാം. കേക്കൊക്കെ ഈ കൂട്ടത്തിൽ നമ്മുടെ KVA ഫാമിലിയിലെയോ TVA ഫാമിലിയിലെയോ ആരെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിക്കാം. എനിക്ക് മുള്ളിനെടുക്കാൻ നോക്കിയപ്പോ എന്റെ അടുത്ത് വാസുമോൻ ഒരു ഇത് വെച്ചത്, ചെക്ക് വെച്ചത്.
നിങ്ങൾ ഞാൻ അതിന്റെ കള്ളനെ ചെസ് പിടിച്ചു കളിക്കാനും തരാം. പോയി. ഞങ്ങൾ കള്ളനെ പിടിച്ചു തരാം, ഞങ്ങളവിടെ വെറുതെ വിടണമെന്ന് പറഞ്ഞത്. കേക്ക് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കും. അല്ല അത് 1 മാസം 2 മാസം കണ്ടായില്ലേ മിസ്റ്റർ വാസു? സത്യമല്ലേ? ചന്ദ്രനെ രക്ഷിക്കാൻ നമ്മൾ ആ സാധനം എടുത്തിട്ടോണ്ടാ. നമ്മൾ പിടിക്കുന്ന പറഞ്ഞാൽ പിടിക്കും. കാര്യം പറഞ്ഞ നിങ്ങളുടെ കയ്യിലേക്ക് എത്തേണ്ട ബിസിനസ് ആണ്, അതുപോലെ ലേറ്റ് ആയിക്കൊണ്ട് ക്യാൻസർ രോഗി മരിച്ചിട്ടല്ല ക്യാൻസർ ചികിത്സ നടത്തണ്ടേ. അത് ശരിയാണ്. അത് പുതിയൊരു അറിവാണ് കേട്ടോ. കേക്കേ, ഒരു കൊല പുറത്ത് 4 ഒരു മാസം. പഴം മാത്രം മതിയോ? മൊത്തം അല്ല വേണ്ട. എല്ലാ പഴം വേണം. എല്ലാ പഴം കൊലയോടെ വേണം. കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതിന് സമയം എടുക്കും. കൊലയല്ലേ ഇപ്പം സമയെടുക്കുക. കൊല ഒറ്റ വിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് വേറെ ടോക്ക്. പണ്ടത്തെ കൊല പഴുക്കാൻ സമയം ഇത് ഇതൊക്കെയാണ് ഇവരുടെ ഇതില് വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഇത് ഈ നമുക്കിതൊക്കെ കേട്ട് പഠിക്കാം. പഴുക്കുന്നോണ്ടാണ്, എനിക്ക് കുഴപ്പമില്ല. പഴുക്കുന്നതോറും ബിസിനസ് ലേറ്റ് ആവും. നാട്ടുകാർ കാശും വരും. നിങ്ങള് അതെ കേക്കൊക്കെ എപ്പോഴും കൃഷി ആ, അളിയ, live ആണ്. കേക്ക് ഞാനൊരു കാര്യം പറയട്ടെ. കേക്ക് Yes. ഞാൻ വരാം, ഇങ്ങോട്ട് വരാം. കേക്ക് സമയമില്ലല്ലോ. ഒരാള് ഗർഭിണിയായ പ്രസവിക്കാൻ 11 മാസം ഒരു എടുക്കത്തില്ലേ? എന്റെ ചേച്ചി അത് കണക്ക് ഒരുത്തം കണ്ണു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 6-7 മാസമൊക്കെ എടുക്കും. കണക്കിന് എന്തെങ്കിലും കാര്യം അത് എടുക്കത്തില്ലേ? 9 മാസം എടുക്കത്തില്ലേ? 9 10 മാസം എടുക്കത്തില്ലേ? എടുത്തു. എന്തോ കുത്തി എടുക്കുന്ന സമയത്ത് എന്തോ എടുത്തു. ഞാനൊരു ഉപമ പറഞ്ഞാടോ. ഓക്കെ. ആ സോ കേക്ക് ഉപമ പറഞ്ഞാണ് കേക്ക്. അപ്പം അത് സമയം എടുക്കും കേക്ക്, മനസ്സിലായോ? നമ്മൾ തത്സമയത്തിൽ എന്റർടൈൻ ചെയ്യണം. 2 മാസം ഓൾറെഡി. ഏതാണ്ട് ചേച്ചി ഒരു 2 മാസം കൂടെ മിസ്റ്റർ ജോക്കി, അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഗണ്ണ് ഇങ്ങനെ ഓഫായിട്ട് വലിയ സെയിൽ നടക്കുന്നുണ്ട്, നമുക്ക് ബിസിനസ് കുറയുന്നുണ്ട്. കേക്ക് ഇപ്പൊ ആവശ്യം പറഞ്ഞ ഒസാമയെ പിടിക്കണം. ഒസാമയെ പിടിക്കാനില്ല. ഒസാമയെ പിടിക്കലല്ല ജോക്കി കേക്കയുടെ ആവശ്യം. കേക്കയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഗാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഗൺസ് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒതുങ്ങി നിൽക്കണം. അത് സിറ്റിസൺസിന്റെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ചെല്ലുന്നതും ഗണ്ണിന്റെ ഫ്ലോ കൂടുന്നതും നമ്മുടെ ഇതിനെ ബാധിക്കും. അത് ഇവിടെ ഇല്ലീഗലി അവർ ഇത്രയും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന അവർക്കത് ബുദ്ധിമുട്ടാണ്. അതാണ് കേക്കയുടെ ടാർഗറ്റ്. അല്ലാതെ കേക്കയുടെ ടാർഗറ്റ് ഒരിക്കലും ഒസാമയെ പിടിക്കലല്ല. ഒസാമ ആരാണ്? കേക്ക് ഉള്ളത് കൊണ്ടാണ് ഒസാമ പോലും വന്നത്. അപ്പൊ കേക്ക് ലീഡ്സ് വേണം, ആരൊക്കെ വിൽക്കുന്നുണ്ട് എന്നുള്ളത്. അതെ, അതുണ്ട് കേക്കൊക്കെ ഉണ്ട് അത് അല്ലേ? ലീഡ്സ് എന്തെങ്കിലും ഞാൻ വേണേ നെയിം പറഞ്ഞുതരാം. പറ. ഒന്ന് ഈ പറഞ്ഞ ഒസാമ, ബ്ലാക്ക് ബെൽറ്റ് സലീം. ബ്ലാക്ക് ബെൽറ്റ് സലീമ? ഓക്കെ. അത് ഈ ചെയിനില് പുതിയ ആളാണല്ലോ. അല്ലല്ല, ഓൾറെഡി ഉള്ള ആളാ. ബ്ലാക്ക് ബെൽറ്റ് സലീമിന്റെ പേര്. അതെ, എല്ലാം മുന്നിൽ നിന്ന് ഞാൻ നോക്കാറുള്ളതുകൊണ്ട് ജോക്കിക്ക് അങ്ങനെ കടമൊന്നും ഇല്ലല്ലോ. പക്ഷെ വാസു വേറെ കാര്യം പറയട്ടോ, പണ്ട് പുള്ളി കെ വി വന്നപ്പോ എന്നും മീറ്റിംഗ് വരായിരുന്നു. പി വന്ന പിന്നെ വരാണ്ടായത് പുള്ളി. പുള്ളിയല്ലേ? തിരിച്ചു കൊടുത്താലോ എന്നുള്ള ആലോചനയുണ്ട്. തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഹിറ്റ്മാനെ അങ്ങ് എടുത്താലോ? തരുമെന്ന് തോന്നുന്നില്ല ജോക്കി. ഇപ്പൊ തന്നെ കാർലോ ഭാര്യയോട് സംസാരിക്കണത് ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. ഹിറ്റ്മാനോട് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത അടിനാശം വെള്ളപ്പൊക്കെ ആവും, മനസ്സിലായോ? അപ്പൊ കേക്ക് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കേക്ക് ഇതൊന്നും നിങ്ങളില്ല. പീറ്റർ ഈസ് വൺ ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ചന്ദ്രൻ, ചന്ദ്രബോസ് ടിവിയെ. അവനെ എനിക്കറിയാം, അവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഈ പീറ്ററിനെ ഞാൻ പിടിച്ചായിരുന്നു. പീറ്ററിനെ പിടിച്ച് നല്ല ഇടി ഇടിച്ചായിരുന്നു. ഒരു 5 ദിവസം ഗുഹയ്ക്കകത്തിട്ട്. എന്താ കേട്ടില്ല? എന്നിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പുള്ളി. പുള്ളി ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? അത് പുതിയ ഇൻഫർമേഷൻ. ഞാൻ പറയട്ടെ ഞാൻ ഇവനെ പിടിച്ച് സെല്ലിനകത്തിട്ട് ഒരു ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ച് ഫുഡ് പോലും കൊടുക്കാതെ നല്ല ഇടി ഇടിച്ച്. ഇനിയിപ്പം കിട്ടുവാണെങ്കിൽ കേക്കയുടെ മുന്നിൽ ഡയറക്റ്റ് കൊണ്ട് തരണോ? അല്ല, കേക്ക് എക്സാക്ട്ലി എന്താ വേണ്ടുന്നേ? ഞങ്ങളിത് നിർത്തി തരണോ, അതോ ഇത് ചെയ്യുന്നവരെ പിടിച്ചു തരണോ? ഇനി ചന്ദ്രനാണേലും പിടിച്ചു കെട്ടിക്കൊണ്ടു തരാം. പേര് പോലെ തന്നെ കേക്കയുടെ ഉള്ളിൽ ഒരു കാട്ടുകളർ കാര്യം പറയട്ടെ. അവിടെ പ്രശ്നം വന്നേ. അവിടെ പ്രശ്നമായാ? അല്ല, ഇറ്റ്മാന്റെ കാര്യം പറഞ്ഞത് ചുമ്മാ തമാശ പറഞ്ഞാണ് കേട്ടാ. അത് കാര്യമായിട്ട് എടുക്കില്ലെന്ന് പറയണേ. ഇല്ല പ്രശ്നമായിട്ടില്ല. അല്ലല്ല, ഞാൻ ചോദിച്ചതാ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇല്ല ഇവിടെ ഓക്കെ, ഓൾ ഗുഡ്. ഈ നമ്പർ വിളിക്കാമല്ലോ. ഹലോ ഹലോ
അണ്ണാ MS30 നാളെ വന്ന് കണ്ടാൽ മതി ചോദിക്കുന്നു. അണ്ണാ ആ. മീറ്റിംഗിലല്ലേ? നാളെ വരാൻ പറ ഓക്കെ. ഓക്കെ ഈ നമ്പർ ആരല്ലോ നോട്ട് ചെയ്ത് പറയണേ. ഈ നമ്പർ ഫോൺ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ നമ്പർ എടുത്തു വെച്ചോണ്ട് ഇത് എങ്ങനെ ടൈപ്പ് ചെയ്യും? കാസ്ട്രോടെ ചാറ്റ് ടൈപ്പ് ചെയ്യാം. 205 502 502 81 16. ഓക്കെ. 205502 യൂസർ ബിസി. നാട്ടിലുള്ള എല്ലാ അച്ചിപ്പട്ടികളും കണ്ണിന് വിളിക്കുന്നത്. മറ്റേ ദിവസം എടാ ഇവിടെ ചാറ്റിൽ ഒരാൾ വന്ന് പറഞ്ഞടാ ഹിറ്റ്മാന്റെ കാര്യം പറഞ്ഞത് ശോകമായിരുന്നു. ഞാനിപ്പോ അവരുടെ ചാറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര സീരിയസ് ഡിസ്കഷൻ. എനിക്കത് കാരണം ഞാൻ സത്യം പറയാലോ കൈസ്, എനിക്കിപ്പോ പേടിയാ. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയണത് പോലും ഉണ്ടല്ലോ, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ പേടിയാ എനിക്ക്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് ഒരാളുടെ അടുത്ത് അല്ലെ നമ്മൾ കൺസേൺ ആയിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളിങ്ങനെ RP എന്തെങ്കിലും തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തമാശയായിട്ടല്ല പലയിടത്തും എടുക്കുന്നത്, മനസ്സിലായി? അപ്പോൾ ആ ഒരു പേടി എനിക്കിപ്പോൾ ഉണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിനു മുമ്പ് ഞങ്ങളെ അത്രയും എക്സ്ട്രീം വേഴ്സിലോട്ട് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം KVയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് സെൻസിറ്റീവാണ് സത്യം പറഞ്ഞാൽ. സീരിയസ് ആയിട്ട് ഞാൻ അതാണ് അത് അത്രയ്ക്ക് ഇതായിട്ട് ഇതാക്കാൻ പറ്റത്തില്ല. ഞാനതാ പെട്ടെന്ന് അത് എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇനി ബാഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ബാഡ് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ സോറി പറയാമെന്ന് വിചാരിച്ചത് അതാണ്. എടുത്തിട്ടില്ല. മുന്നേ സമയം ഉണ്ടായിരുന്നു. ലാപ്ടോപ്പ് കംപ്ലീറ്റ് നമ്പർ എൻ്റെ ഒരു കീഴിൽ ഇൻഫർമേഷൻ ഉണ്ട്. പറ. ശരി, കേക്കെ ഇൻഫർമേഷൻ പറഞ്ഞു കേക്കട്ടെ. ഇവിടെ ഗണ്ണ് വയ്ക്കുന്ന ഒരുത്തന്നെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്പർ തരട്ടെ? നമ്പർ പറ കേക്കട്ടെ. 205. പേരെന്താ? സൂപ്പർ റിഷാൻ. പേര് സൂപ്പർ. ആ പേര് അത് ജമാലു. ജമാലുവാ? അല്ലല്ല, അവൻ സത്യത്തിൽ നേരത്തെ അതിട്ടത് ഞാൻ പറഞ്ഞിട്ട്. അതായത് ഗണ്ണ് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിട്ട് ഇട്ടതാ. അതെ, ഡ്രാമ. ഒരു മിനിറ്റ് വാസു ഇങ്ങോട്ടൊന്ന് വരുമോ? വാസു ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ആരെയും നമ്പർ വന്നിട്ട് അവൻ മറ്റേ ഉസ്മാനാണ് സുലൈമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഉടനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാണക്കേടില്ലയോടാ. പോയിട്ടാ പോക്കണം കേട്ടവനെ. എന്റെ ഓറ 2 ദിവസമായിട്ട് ഫുൾ മൈനസ്. 2 ദിവസമായിട്ട് പോയി അവിടെ നിന്ന് വലിയ ചേട്ടാ കീഴ്ക്കൻ ഹിറ്റ്മാന്റെ ചിരി കണ്ടോ നീ? എടാ ഇങ്ങനെ നാണം കെടുത്തല്ലേടാ. കാർലോയും ചിരിച്ച് കാർലോയും ചിരിച്ച് ജോണി ബാബും ചിരിക്കാതെ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാ. ജോണി ബാബു വെച്ച് തത്സമയത്ത് ചിരിക്കുവാന്നാണ് ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയത്. കേക്ക് അവിടെ മറിഞ്ഞു വീണെന്നാ കേട്ടെ. അതൊക്കെ കേട്ടിട്ട് എന്തുവാടാ ഇത്? ഇതൊക്കെ ആരെ നോക്കി പറഞ്ഞു തന്നെ? ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെ? അവൻ ഇവിടെ ഇതിനകത്ത് പോസ്റ്റ് ഇട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അപ്പൊ എനിക്ക് പറയാനില്ലടാ. എന്റെ ചാറ്റിൽ ബിഹേവ് ചെയ്യണം മര്യാദക്ക്. ഉള്ള കാര്യം പറയാ കേട്ടോ, കളിയാക്കല്ല. അത്രയും ബുദ്ധി ഉണ്ടെന്ന് ഇങ്ങനെ പേരിടൂ. JP ഫ്രീ ആണോ? JP ഇവിടെ അങ്ങനെ സ്റ്റാർലോഡായിട്ട് സാബുജി മീറ്റിംഗ് വെച്ചിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാവോ? എനിക്കറിയില്ല. മെറ്റിതൊക്കെ സാറോടെ ജിപ്പിയുടെ കോർഡിനേറ്റ് ചെയ്ത് ടൈം ഫിക്സ് കേട്ടോ മീറ്റിംഗിന്. ആ ഇൻഫർമേഷൻ വാലിഡ് അല്ലായിരുന്നു. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ്. പക്ഷെ 10 മിനിറ്റ് മുമ്പ് ഇറക്കിയതാണ് സൂപ്പർ ഷാനെ. അത് ഇവിടെ നിന്ന് ഇറക്കിയതായിരുന്നു. ഹിറ്റ്മാൻ ഇപ്പം അതൊന്ന് പറയായിരുന്നു കേട്ടോ. സീക്രട്ട് ഓപ്പറേഷൻ അല്ലേ അതാ? അയാളെ ബുക്കിംഗ് വെച്ചിട്ടുണ്ടാവില്ല സ്പോട്ടിൽ തന്നെ. നല്ലൊരു ഐഡിയ ആയിരുന്നു, വിശ്വസിച്ചു ആൾക്കാര്. ഇതിലിപ്പം നമുക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ള കേക്ക് പറ. അതിനനുസരിച്ച് ഞങ്ങൾ ഇന്ന് തൊട്ട് അതിനുവേണ്ടി നമ്മൾ TV ഒരുമിച്ച് ഇറങ്ങുന്നതായിരിക്കും.
ഒന്നെങ്കിൽ പിടിച്ച എല്ലാ ഗണ്ണും തിരിച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എല്ലാ ഗണ്ണും കൈ വെച്ചാ ഞാൻ കത്തിച്ചു വിട്ടേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ തൊട്ട് ഈ സിറ്റിയിലെ സിറ്റിസനെ എല്ലാം പിടിച്ച് തള്ളട്ടെ. അല്ലണ്ട സിറ്റിസൺ ബുദ്ധി വെച്ചിട്ട് ഇത് എങ്ങനെ പിടിക്കാനാന്നാണ് കേക്കയുടെ ഒരു നാക്ക്. കേക്കയുടെ മനസ്സിൽ ഇത് കാണുമല്ലോ. പിടിക്കാൻ ഇപ്പൊ ഹിറ്റ്മാൻ ചെയ്ത പോലെ തന്നെ നമ്മള് നമ്മുടെ സ്റ്റാഫിനെ വേഷം മാറ്റി വിട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂടെ ഉള്ള ഞങ്ങളുടെ സ്റ്റാഫായിട്ട് കയറിയായിരുന്നു കഴിഞ്ഞ ദിവസം. വൺ മിസ്റ്റർ എന്തായിരുന്നു ഒരു എന്തോ ഒരു പേര്, പുള്ളി ഇവിടെ കേറി ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്റ്റാഫായിട്ടേ. പറഞ്ഞു. എനിക്കൊരു വലിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ട്. അടുത്തത് ഈ ഇൻഫർമേഷൻ കേട്ടാ കേക്ക് ശരിക്കും ഞെട്ടും. കേക്കട്ടെ. കേക്ക് മറ്റേ ഗണ്ണ് മേടിച്ച് പറ്റിച്ച കളർ എന്നെ വിളിക്കുന്നു. ഒരു മിനിറ്റ് കേക്ക്. ഹലോ, ഗണ്ണ് കൊടുക്കാനുണ്ടോ? ഗണ്ണോ? AR ഫോർ സെയിൽ എന്ന് പറഞ്ഞ സ്റ്റോറി എഴുതുമല്ലോ, ഇത് പോസ്റ്റ് എഴുതുന്നുണ്ടോ? നിങ്ങളേല് കൊടുക്കാനുള്ളതാ? അല്ല, നിങ്ങളുടെ കൊടുക്കാനുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിവിടെ നിങ്ങക്ക് എന്റെ നമ്പർ ആരാ തന്നെ? എന്റെ കൊടുക്കാണ്ട് തന്നെ ഞാൻ ആട്ടാരേലും കൊടുക്കാണ്ടോന്നേ. നിങ്ങക്ക് നിങ്ങളെ ഏറെ വെക്കണ ആളാ? എന്നാ ഒരു 20 വേണേനി. എത്ര പണേലും നമ്മള് തരാം പൈസ. നിങ്ങളൊന്ന് നേരിട്ട് കണ്ട് അപ്പൊ തന്നെ പൈസ ഡീൽ ചെയ്യും. 20 നമ്മളിവിടെ എന്നോട് ഏറെ വെക്കണ്ട. നമുക്കാരെ നമ്പർ നമ്മളിവിടെ പ്ലംബിംഗ് പണിക്ക് പോണ ആളാ. ഓ ശരി 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 ശരി, ഞാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കിട്ട് വിളിക്കാം. സ്റ്റോക്ക് ഉണ്ടോ നോക്കിട്ടോ. എത്ര ഷെയർ വേണം? ഇപ്പൊ തരാം. ഇപ്പൊ തന്നെ വിളിച്ചോ. എന്റെ ഇപ്പൊ എത്ര ഉണ്ട് കയ്യില്? ഞാൻ ദാ വരുന്നേ. കയ്യിലൊരു 150 എണ്ണം ഉണ്ട്. 150 അത് മൊത്തം എടുത്തോ? ഒത്തെടുക്കാം. എവിടെ വരണം? 6157. പെട്ടെന്ന് വാ. ഞാൻ പലവട്ടലോട്ടോ പലവട്ടോ. പലട്ടയോ? ഇതാ വരുന്നേ. പിന്നെ നമ്മളെ വിശ്വാസമല്ല എനിക്ക് എത്ര ആളാണേലും കൂട്ടിക്കോട്ടോ. നമ്മളങ്ങനെ ഒറ്റി കൊടുക്കുന്ന ആളൊന്നല്ലേ. ഓ, എടുത്തു പറഞ്ഞപ്പോഴേ മനസ്സിലായി. 150 150 അയച്ച് കുറച്ചുകൂടെ കിട്ടിയാ കുഴപ്പമില്ലായിരുന്നു. ഓ, എന്നാ 200 എടുക്കാം. 200. ഓക്കെ. വേണ്ടി വരും കോടികള്. അതവിടെ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ സാഫ് ഗുരുവിനെ ഒന്ന് വിളിച്ചിട്ട് പറയാം. ഞാൻ മാനേജറാണേ. സ്റ്റാഫ് ഗുരുവാ? സാഫ് ഗുരുവിന്റെ മാനേജറാ. ഈ സ്റ്റാഫ് ഗുരുവിന് ഇതിനകത്ത് എന്താ ബന്ധം? ബന്ധം വെച്ചാ ഒന്ന് മുതുക്കില് സാഫ് ഗുരുവിന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അത് ഞാനായിരുന്നു അതില് ഡയറക്ടറെ. ഓ, ഡയറക്ടർ. ഈ സ്റ്റാഫ് ഗുരു ആണോ നിങ്ങളെ ഫണ്ട് ചെയ്യുന്നത്? അതെ, പുള്ളി ഇവിടെ അറിയില്ലേ, എല്ലാ തട്ടുകട മുതൽ എല്ലാ ഷെഡി ബിൽഡിംഗ് വരെ മൂപ്പര കയ്യിലാ. ഓ, സ്റ്റാഫ് ഗുരു ആണല്ലേ? സാഫ് ഗുരു. പിന്നെ ഗണ്ണ് 200 റെഡിയല്ലേ? നിങ്ങള് വെറുതെ അമ്പി കളിക്കരുതേ. ഇല്ല, സ്റ്റാഫ് ഗുരുവിന് എതിരായി കണ്ടല്ലോ. ഓക്കെ. നമ്മള് സാഫ് ഗുരുവിന് ഞാൻ സാഫ് ഗുരു ആയിട്ടാ വരിക. നിങ്ങൾ അമ്പി കളിച്ചാൽ നമ്മൾ അടിച്ചിടും. അയ്യോ, അടിച്ചതിടല്ലേ നമ്മുടെ ഗഡ്ഡിയിലൊക്കെ ചെയ്ത് കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യണ പരിപാടിയാ. അല്ല, നിങ്ങളെ മറ്റേ സാധനം ഉണ്ടോ? ഏത്? കാടിവെള്ളം പച്ച കളറിലുള്ള? അതൊന്നുമില്ല, നമ്മള് ഗഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ. നല്ല പൊട്ടണ കണ്ണന്നല്ലേ? പിന്നെ വാട്ടർ കണ്ണൊന്നല്ലല്ലോ. മഴയെ തോലും പൊട്ടും. ഒരു മിനിറ്റ്, സാഫ് ഗുരു എടുത്തിട്ടുണ്ട്. അല്ല അണ്ണാ, സാഫ് ഗുരു ഗണ്ണ് വെക്കുന്ന ആള് കിട്ടിയിട്ടുണ്ട്. ഒരു 2000 കോടിയോ? 2000 കോടി എടുത്തു വരാം. എത്ര കോടിയാ വേണ്ട? സ്റ്റാഫ് ഗുരുവിന് ഫോൺ കൊടുക്കാവോ? അണ്ണാ, സാഫ് ഗുരു ബാത്റൂമിലാണേ. ഒരു മിനിറ്റ്, ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ആയില്ല, ഒന്ന് ഫ്രഷ് ആവായിരിക്കും. കേൾക്കുന്ന സൗണ്ടോ? കേക്ക് കഴിഞ്ഞിണ്ടാവും. അല്ല, അപ്പം എത്ര കണ്ണുണ്ട് എന്നാ പറഞ്ഞ? ലൊക്കേഷൻ എങ്ങോട്ടാ വരണ്ടേ? ഇപ്പൊ വാങ്ങും നമ്മള്. ഇപ്പൊ നമ്മള് നമ്മളിപ്പോ 200 കണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാ. ഞാനും സാഫ് ഗുരു. പലേറ്റോല്ലേ? ഞാൻ അടുത്തിട്ട് വിളിക്കേ. ഗണ്ണൊക്കെ എടുത്ത് എന്നെ ഫുള്ള് പർച്ചേസ് ചെയ്യാൻ പോവാ. സാഫ് വേണ്ട, കോട്ടും സൂട്ടും. ഈ കവിയൂർ പൊന്നമ്മേനെയാണോ പിടിച്ചത്? ഞാനിങ്ങനെ ബുദ്ധിപരമായിട്ടാണ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാറുള്ളത്. കണ്ടില്ലേ, ഇവനെ നിങ്ങളാണല്ലേ ഏൽപ്പിച്ചത് കണ്ടുപിടിക്കാൻ? നേരത്തെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എനിക്ക് കേക്കൊക്കെ തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
ഉണ്ണിയെന്നും കൂടെ വിളിച്ചിരുന്നെങ്കിൽ കവിയൂർ പന്നമ്മയ്ക്ക് ഡ്യൂപ്പിയായിരുന്നു. ജോക്കി നമുക്ക് പിടിച്ചു വെക്കാൻ വേണ്ടിയല്ലേ ഉള്ള പരിപാടികൾക്കല്ലേ ജോക്കി. ആ ഞാൻ പറഞ്ഞു ഇപ്പൊ വിശ്വാസമായില്ലേ കേക്ക്? രണ്ട് ഫാമിലി കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടണ്ട. എത്ര വിളിക്കുന്നുണ്ട്. പാസ് ചെയ്ത് കണ്ടോ? സ്പീക്കർ കേൾപ്പിച്ചോട്. ഹലോ പറയടാ. എടാ ഹിറ്റ്മാനെ, ഹലോ. പറയടാ. ഞാൻ പറയുന്ന കാര്യം അർജന്റായി കേക്കണം. അതായത് ഞാൻ എക്സ്റ്റാർട്ട് ഇട്ടതിൽ എനിക്കൊരു കോള് വന്നേ. ഓന്റെ കയ്യിൽ 150-200 ഗണ്ണുണ്ടാവും. ഒന്ന് വെറുതെ ഞാൻ മറ്റേ സാഫ് ഗുരു ഇല്ലേ, ഓന്റെ ആളാന്നൊക്കെ പറഞ്ഞേ. അപ്പം ഇതൊന്ന് തൽക്കാലം ഒരു കോട്ടും സൂട്ടും ഇട്ട് വരുമോ? പലേറ്റോ വരെ പോവാനാ. അല്ല നിനക്ക് ഈ സാഫ് ഗുരുവിനെ അറിയാവോ? ഇച്ചറിയില്ല ഓനാരാന്നൊന്നും. എനിക്ക് പൈസക്കാരനാന്നറിയാ, വേറെ ആരാന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ ഓൻ തന്നെ അടിച്ചൂലേക്കൂലേ? അല്ല സാഫ് ഗുരുവിനെ ഞാൻ ഇടക്ക് വിളിച്ചാണ്ടെത്തോന്ന് പറഞ്ഞില്ലേ ഓന്നെ പിന്നെ വിളിച്ചേനി. അല്ല എനിക്ക് ഒരു 150-200 ഗണ്ണ് കാണും. കുടുങ്ങിയില്ല, ഞാൻ അങ്ങനെയാണ് ഡീൽ ചെയ്ത്. നീ ഇടക്കിടക്ക് ഇതേപോലെ ഇട്ടോ, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോ വിളിച്ച് പറയണം കേട്ടോ. അതല്ല ഓൻ പലേറ്റം ഉണ്ട്. ഞാനിപ്പോ ഒരുത്തനെ അമ്പി കളിക്കാൻ ഒരുത്തനെ വെച്ച് പൈസ കൊടുത്തിട്ട് തൽക്കാലം ഞാൻ ഓന് ഇന്റെ കുറച്ച് കർത്തമണി ഉണ്ട്, അതിനെ ഓന് ഷെയർ ചെയ്തിട്ട് ഓനെ കൊണ്ട് ഞാൻ ഇതാക്കിയോളാം. സാഫ് ഗുരുവിനെ പോലെ അഭിനയിച്ചോളാം. അല്ല ഹിറ്റു പലേറ്റോലാന്ന് വരാൻ പറഞ്ഞേ. ഞാൻ ഒറ്റക്ക് പോയാ ശരിയാവോ? ഒന്ന് അടിച്ചോ? ഒന്നും ചെയ്യത്തില്ലായിരിക്കും. ഇല്ല കാട്ടക്കാട് അടിച്ചാണ്. ആള് ഫ്രണ്ട്ലി, പക്ഷെ ശബ്ദം അത്ര ഇതല്ല. അല്ല കുറച്ച് ഗൗരവേ. ജലദോഷാണ് ഗൗരവ, സ്മൂത്ത് അല്ല. നമുക്ക് എന്തായാലും പിടിക്കാം. എന്തായാലും പിടിച്ചണം. പിന്നെ വെച്ചാലേ 150 ഗണ്ണ് പറഞ്ഞാല് അതൊക്കെ വാങ്ങാണെങ്കിലേ 50 നിക്കാണ്ടി. നിനക്ക് എന്തിനാ കണ്ടേ? വെറുതെ ഗണ്ണ്, നല്ല ഡബിൾ ബാരൽ ഗണ്ണ് എന്ന് പറഞ്ഞ ആൾക്കാരെ ഭീഷണി എടുത്താനേ. അത് വേണ്ട. നീ പലവട്ടം എത്തുമ്പോ വിളിക്കും. മറ്റേ പുള്ളി വരുവാണെങ്കിൽ വിളിക്കുക കേട്ടോ. വിളിക്കാം. പിന്നെ ഞാൻ ആരെ കൂട്ടിയാ പോവാൻ നോക്കട്ടെ. കാട്ടാക്കടയുള്ള മെമ്പറെ കൂട്ടി പോവാ. ഒരു വണ്ടി കത്തുന്നുണ്ട് അപ്പുറത്തുനിന്ന്. അങ്ങനെ ചെയ്യല്ലോ, അതൊക്കെ മോശം, തെറ്റല്ലേ അതൊക്കെ. ഞാൻ വെറുതെ പറഞ്ഞ ഏപ്രിൽ ഫുൾ. ഞാൻ സിറ്റി മൊത്തം എയർ മൊത്തം പർച്ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വെച്ചതാണ്. പലേറ്റോന്റെ ലൊക്കേഷൻ എടീനി. നീ അവിടെ വിളിച്ചു പുള്ളി വിളിച്ചു വെച്ചിട്ട് ജോണിമാമുണ്ട്. ഡീല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. 150 എണ്ണ ഒറ്റക്ക് പോയിട്ട് വന്ന. എന്നാ ശരി, വേറൊരു കാര്യത്തിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ വിളിക്കാം. അടുത്തിട്ട് വിളിച്ചിട്ട് വിളിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. വിശ്വസിക്കാൻ ഞങ്ങൾ ഇതൊക്കെ എഫേർട്ട് എടുത്തില്ലേ? വേറൊരു പഴഞ്ചൊല്ലൂടെ പറയാം. കള്ളം കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ കേക്ക് വിശ്വസിക്കുമോ? വിശ്വസിക്കും. പിന്നെ അങ്ങനെ അല്ലല്ലോ അതിന് മറുപടി പറയണ്ടേ കേക്ക്? കേക്കയുടെ കൂട്ടത്തിലുള്ള ഒരാള് ഗണ്ണ് വെക്കുന്നുണ്ട്. പേരറിയോ? അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ എങ്ങനെയാ കേക്ക്? അത് തെളിവടക്കം കേക്കയുടെ മുമ്പില്. ഹലോ, കൂടെ ഉള്ള എല്ലാരും വിശ്വാസമാണോ കേക്ക്? അതെ പറ. അല്ലല്ല, നമ്മുടെ കൂടെ ഉള്ളതില് വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. വർഷങ്ങളായിട്ടുള്ള കേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ നേരെ പുറകിക്കുന്ന ഗാർഡില്ലേ, പുള്ളി ഇത്രയും നേരം അവിടെയായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നു. എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചോ? പുള്ളി നിങ്ങൾ പറഞ്ഞ പറയുന്ന കണ്ട പുള്ളി ഇതാ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇത് രാമൻകുട്ടിയാണോ? രാമൻകുട്ടി കേക്കെ എനിക്ക് ആളെ അറിയാം. പക്ഷെ ഇന്ന് ആള് മറ്റേ ഇത് വാലിഡ് ആയിട്ട് ഇത് പ്രൂഫ് ഉള്ള ആൾ ഇന്ന് അവൈലബിൾ അല്ല. ആള് വന്നാൽ ഞാൻ കേക്കയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി തരും. ഓൾറെഡി പുള്ളിയുടെ കൂടെ കാണുമല്ലോ, പിന്നെ ഇതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തരുന്നേ. ഇല്ല, ആ പുള്ളി ഇപ്പോൾ ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുള്ളി ഇപ്പൊ എന്തായാലും ഇല്ല, ഇൻസ്ട്രക്ഷൻ ഇല്ല. പറഞ്ഞു വിട്ടോ അത് പുള്ളിയെ? പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ചോദിച്ചു, മോനെ എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച്. എവിടുന്ന് ഗണ്ണ് ചൂണ്ടാണോ പ്രതീക്ഷയില വന്നെന്നുണ്ടെങ്കിൽ മോൻ വിചാരിച്ചാൽ നടക്കൂല കേട്ടോ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിപ്പിച്ചാൽ മതി. ഇനി ഞങ്ങൾ KV ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഡേറ്റ് പറയാം. ഇതിന്റെ എല്ലാം
കറക്റ്റ് ഡേറ്റ കിട്ടുന്ന അന്ന് നമ്മൾ കേക്ക് ഇങ്ങോട്ട് വിളിപ്പിക്കും. വരാതിരിക്കരുതേ. ഒഫീഷ്യൽ മറ്റന്നാൾ കേട്ടോ. കേക്ക് നാളെ നാളെ മറ്റന്നാളോ? നാളെ മറ്റന്നാൾ. ഓക്കെ 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 ഓക്കെ. അപ്പൊ കാണാം. ഓക്കെ ഇവിടുന്ന് എങ്ങനെ പോയില്ലേ? അപ്പൊ ഗുഡ് നൈറ്റ്. ഇവിടുന്ന് പോയി ഞാൻ വെള്ളത്തടി വരും. കാർലോ ഞാൻ പോയിട്ട് ഓക്കെ 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 ഗുഡ് നൈറ്റ്. അപ്പാപ്പനൊന്നും ഇവിടെ ഇല്ല. പോയി എടാ നീ മുതുക്കിന്നാണോ പോന്നേ? അതുപോലെ കേക്ക് ഇവിടെ വരുമ്പോ ഗണ്ണ് കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന വണ്ടിയിലാണ് എന്റെ ഗണ്ണും ബുള്ളറ്റും വെച്ചത്. പക്ഷെ സിറ്റി ഇടയ്ക്ക് വെച്ച് സമ്പർക്കം വന്ന് പോയില്ലേ? പോയ സമയത്ത് എന്റെ ഗണ്ണും ബുള്ളറ്റും പോയി ആ വണ്ടിയോട് കൂടെ ചേർന്ന്. വണ്ടി ഉണ്ടാവും. വണ്ടി പോയി, സിറ്റി മൊത്തത്തിൽ പോയില്ലായിരുന്നോ? അപ്പൊ ഇത് മിസ്റ്റർ എക്സിന്റെ മേടിക്കണോ അതോ ദൈവത്തിന്റെ മേടിക്കണോ? ദൈവത്തിനെ വിളിച്ചു. ഓക്കെ ഓക്കെ നമ്മൾ ഇറങ്ങട്ടെ. നമ്മള് അയാളുടെ പേര്